നമസ്കാരം. നമസ്കാരം സാർ, എന്റെ പേര് ചിഞ്ചിലമണി. ചിങ്കിനമണിയാ? ചിങ്കിലമണി എന്ന് പറഞ്ഞ പാട്ടല്ല, എന്റെ പേരാണ് പറഞ്ഞത് ചിഞ്ചിലമണി. എന്താണ് സാറേ, ചാൻസ് ഉണ്ടാ? ഞാൻ നേരത്തെ ചോദിക്കുമായിരുന്നു, പെണ്ണുമ്പോൾ വഴക്കായത് കാരണം നിർത്തിയതാ. എന്ത് ഹാൻസല്ലേ ചോദിച്ചത്? അയ്യ, അതല്ലേ ചോദിച്ചത്. സാറിന്റെ അടുത്ത് കഥ പറയാനട്ടെ ഒരു അവസരം ഉണ്ടാകും. കഥ പറയാൻ വന്നാണല്ലേ? വണ്ണയിലുണ്ടാ? ഉണ്ട് സാറേ. അന്ന് അത് പറ. ജ്യോതി പി ജി. ജ്യോതി പി ജി എന്റെ ആദ്യത്തെ ലൈനാണ്. രണ്ടാമത്തെ ലൈൻ്റെ പേര് ചോദിക്കരുത്, കരഞ്ഞു ഞാൻ. എടോ അതല്ല, എനിക്കിപ്പോ ഷൂട്ടിങ്ങിനുള്ള സമയം, ആർട്ടിസ്റ്റുകൾ വന്നോണ്ട് ഷൂട്ട് തുടങ്ങും. കുറച്ച് സമയമുണ്ട്, ആ സമയത്ത് തന്റെ കഥ ചുരുക്കി പറഞ്ഞാൽ ഞാൻ കേൾക്കാം. ചുരുക്കി പറയാം സാറേ. എന്നാ പറ. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കഥ താൻ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു 2-3 ആൾക്കാരെ പോയി പറഞ്ഞായിരുന്നേ. അപ്പൊ അവര് പറഞ്ഞു എനിക്ക് വാസന ഇല്ലെന്ന് പറഞ്ഞു. അന്ന് മുതൽ കുളിക്കാണ്ട് കിടക്കുകയാണ്. ഇപ്പൊ നല്ല വാസനയുണ്ട്. ഇപ്പൊ പറഞ്ഞു പറയട്ടെ. അതായത് സാറേ, വേറെ കാര്യമുണ്ട്. ഒരു 4 മിനിറ്റ് ചുരുക്കി വേണം ഈ കഥ പറയാൻ. 4 മിനിറ്റ് എങ്ങനെയാണ് സാർ? ഒരു 6 മിനിറ്റ് തന്നെ ഞാൻ എനിക്ക് കഥ പറയാൻ പറ്റും. ഈടെ 4 മിനിറ്റ് കൂടുതൽ തലവഴി ഞാൻ വെള്ളം കോരി ഒഴിക്കും. വെള്ളം കോരി ഒഴിക്കരുത്, വാസന പോകും. കുളിച്ചിട്ടില്ലേ താൻ? അതും പറയാണ്ട് കഥ പറ. പറയാം. അതായത് എന്റെ കഥ എന്ന് പറയുമ്പോൾ ഒരു സെന്റിമെന്റ്സ് ട്രാക്കിലൂടെ പറഞ്ഞു പോകുന്ന ഒരു കഥയാണ്. ആയിക്കോട്ടെ. സിനിമയുടെ പേര് കുത്തുപാള. എന്നെ നീ കുത്തുപാള എടുപ്പിക്കുക? സാറിന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കഥ പറഞ്ഞത്. അതായത് തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു ഭർത്താവ്. അവിടെ ഒരു ഐറ്റം ഡാൻസ് പോവല്ലോ. ഒരു ഐറ്റം ഡാൻസ് അവിടെ എന്ത് കാര്യത്തിന്? തളർവാദം പിടിച്ച് കിടക്കുമല്ലേ? അതെ, തളർവാദം പിടിച്ചെടുക്കണം. അപ്പൊ എന്തിനാ ഐറ്റം ഡാൻസ്? കളർഫുൾ ആയിക്കോട്ടെ. കളർഫുൾ വേണ്ട, തളർവാദം പിടിച്ചെടുക്കല്ലേ? ബാക്കി പറ. അപ്പൊ തളർവാദം പിടിച്ചെടുക്കുന്ന ഭർത്താവ്, അയാൾക്ക് സുന്ദരിയായിട്ടൊരു ഭാര്യയുണ്ട്. അവർക്ക് 12 മക്കളുണ്ട്. 13ാമത്തെ പ്രസവത്തില് ഭാര്യ മരിച്ചു പോകുന്നു. നായകന് തളർവാദം. അതെ. 12 മക്കള്. 13ാമത്തെ പ്രസവത്തില് ഭാര്യ മരിച്ചു പോകും. സിനിമയുടെ പേരെന്നാന്ന് പറഞ്ഞ കുത്തുപാള. ആ പേര് മാറ്റണം, വിത്തുകാള എന്നാക്കണം. കിടുക്കം പേര്. കിട്ടുന്നത് സാറേ. ഇതൊക്കെ കിട്ടുക. എന്ത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയായ സിനിമയാണ്. എന്നിട്ട് തിയേറ്റർ വരുമ്പോ മൊത്തം നീലയാണല്ലോ. താൻ അതും ഇതൊന്നും പറയാണ്ട് താനൊന്നും പൊക്കെ. എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. മനസ്സിലായി? എന്റെ കഥ ഒന്ന് സാർ എടുക്കണേ. എന്റെ കഥ തന്റെ കഥ ഈ പറഞ്ഞ ഒന്നും കൊള്ളത്തില്ല, ഇതൊന്നും ആരും എടുക്കത്തുമില്ല. അങ്ങനെ സാറ് പറയല്ലേ. സാർ, ഈ സെന്റിമെന്റ്സ് ട്രാക്ക് സിനിമ ഉണ്ടല്ലോ, ഞാൻ മമ്മൂക്കനെ വിളിച്ച് പറഞ്ഞായിരുന്നു. മമ്മൂട്ടി കഥ കേട്ടതും ഫോണിൽ കൂടെ വിതുമ്പി കൂടെ പറഞ്ഞറിയുമോ, നീ എനിക്ക് പിറക്കാതെ പോയ മകനാണല്ലോ ഉണ്ണി എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്തു. ഡേറ്റ് ബ്ലോക്ക് ചെയ്തു. ഡേറ്റിൽ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. പുള്ളിനെ കിട്ടാൻ വല്ല വകുപ്പുണ്ടോ എന്ന് വിളിച്ചറാവോ? പുള്ളി ഞാനും മമ്മൂക്കെ തമ്മിൽ അടുത്ത ബന്ധമാണ്, അറിയാവാ? ആണോ? നല്ല ബന്ധമാണോ? പിന്നില്ലേ. എങ്ങനെയാണ് ബന്ധം? പുള്ളിയുടെ സിനിമ എപ്പ ടി വി വന്നാൽ അടുത്ത് പോയിരുന്ന് കാണും. അങ്ങനെയുള്ളൊരു ബന്ധമാണ് ഞങ്ങൾ, അറിയാവോ? ഞാൻ എന്തായാലും ഇപ്പൊ ആർട്ടിസ്റ്റുകൾ വന്നാൽ എനിക്ക് ഷൂട്ട് തുടങ്ങണം. അല്ല സാർ, ഇതിനകത്ത് നടന്നാരാണ്? മനസ്സിലായില്ലേ? എല്ലാവർക്കും അറിയാല്ല. തമിഴിലെ ജയൻ രവി ഇല്ലേ, ആ ജയൻ രവിയുടെ അനിയനാണ് എന്റെ പടത്തിലെ നായകൻ. ജയൻ രവിയുടെ അനിയനാ? ജയൻ രവിയുടെ അനിയനുണ്ട് പുള്ളി? പിന്നെ ഉള്ള പേരെന്താണ്? തോൽവി രഘു. അടി രാജൻ. എന്നാ പിന്നെ ഷൂട്ട് തുടങ്ങാൻ പാടില്ല. ഷൂട്ട് തുടങ്ങി ഒരു ആർട്ടിസ്റ്റ് കൂടി എത്താറുണ്ട്. ആരാണ്? മേജർ രവി എത്തിയിട്ടില്ല. മേജർ രവി ഒന്നും കുഴപ്പമില്ല, പുള്ളി അനിയനെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പാടില്ലേ? പുള്ളിയുടെ അനിയൻ അതാരി? മൈനർ സുഖു. ഞാൻ ഒന്ന് അങ്ങോട്ട് വെച്ചപ്പോ നീ തിരിച്ചു വെച്ചാണല്ലേ. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ താൻ ഇപ്പൊ ഇവിടുന്ന് പോ. എനിക്ക് വേണ്ടത് ഹ്യൂമറാണ്. അയ്യോ, അത് പാടാണ്ടാ. 2 മാസമായിട്ട് ദാശാണി ചേച്ചി കിടന്ന കിടപ്പാണ്. ഹ്യൂമറായിട്ട്. ഹ്യൂമർ അല്ല, ഹ്യൂമർ തമാശ. അതാണ് എനിക്ക് വേണ്ടത്. ഉഗ്രനൊരു സാധനമുണ്ട്, കിട്ടില്ലൊരു തമാശ കഥ. അതായത് സാറ്, വേറെ പ്രശ്നമുണ്ട്. ഈ സിനിമ തുടങ്ങുമ്പോൾ നമ്മൾ ടൈറ്റിൽ എഴുതി കാണിക്കണം. എന്ത്? ഹൃദയ രോഗികൾ ആരും ഈ സിനിമ കാണാൻ പാടില്ല. അറ്റാക്ക് എന്നാണ് സിനിമയുടെ പേര്. അതല്ലെന്ന്, ചിരിച്ച് ചങ്ക് പൊട്ടി ചത്തുപോയി ആര് സമാനം പറയും? കഥ പറയട്ടെ. കോമഡി ഉണ്ടാ, ചിരിക്കരുത് സാർ. താൻ പറയടോ. അതായത് ഉണ്ടല്ലോ, എന്റെ ഈ കോമഡി കഥ എന്ന് പറഞ്ഞിട്ടല്ലോ, എന്താണ് എനിക്ക് ഈ കഥ പറയുമ്പോണ്ടല്ലോ അപ്പൊ ഞാൻ ചിരി തുടങ്ങും. അത്രയ്ക്ക് കോമഡിയാണ്. അതായത് ഉണ്ടല്ലോ, ഇതിനകത്തൊരു നടനും നടിയുണ്ട് കേട്ടോ. ഈ നടിക്ക് നടനോട് ഭയങ്കര പ്രേമമാണ്. ഈ പ്രേമം തന്നെ കോമഡിയാ. പ്രേമത്തിനാണ് കോമഡി. ചിരി തുടങ്ങും. ഭയങ്കര കോമഡി ഉണ്ടാ. ഇപ്പൊ ഈ നടിയുടെ ഒരു കാമ മുറച്ചിറക്കുന്നുണ്ട്. പുള്ളി ഇത് അറിഞ്ഞിട്ട് കാറി വരാണ്. കാർ തുറക്കാൻ പറ്റില്ല, കാറിനകത്ത് മൊത്തം കോമഡിയാ. ഈ പുള്ളി വന്നിട്ട് ഡോറങ്ങോട്ട് തുറക്കും. ഡോറങ്ങോട്ട് കാലിങ്ങനെ വെച്ചപ്പോണ്ടല്ല, മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഒരു കോമഡി അപ്പൊ ഈ മുറച്ചർക്കും വന്നില്ല. അപ്പൊ ഇതറിഞ്ഞിട്ട് ഇവര് നാട് വിടാണ്. ലണ്ടനിൽ പോകാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറും. അയ്യോ, സാർ എന്നെ നോക്കല്ലേ, സാർ അവിടെ നോക്കി ചിരിക്കും. സാർ എന്നെ നോക്കുമ്പോ എനിക്ക് ചിരി നിർത്താം. അപ്പൊ ഈ ഫ്ലൈറ്റിൽ കയറിയിരിക്കല്ല, ഫ്ലൈറ്റിൽ ഭയങ്കര കോമഡി അല്ല. ആ സമയത്ത് പൈലറ്റ് തിരിഞ്ഞു നോക്കും. സാറല്ല, എന്നിട്ട് പൈലറ്റ് ഒരു കോമഡി പറയും. പൈലറ്റിന്റെ കോമഡിയാണ് കിടക്കാച്ച കോമഡി. എന്നിട്ട് ഇവരില്ലേ ലണ്ടനിൽ പോണ ഇവര് റൂട്ട് മാറിയിട്ട് ചെക്കോസ്ലോവാക്യ പോകും. അവിടെ പോയി കഴിയുമ്പോ സാറിന്റെ പേരേതും പുഷ്പാങ്കതൻ. അയ്യോ, ഇതിന്റെ അകത്ത് കോമഡി? കോമഡി ഞാൻ പറഞ്ഞപ്പോ സാറ് ചിരിച്ചല്ല. നിന്റെ ഈ അവസ്ഥ കൊണ്ട് ഇരിച്ചതാ. കോമഡി നമുക്ക് ഉണ്ടാക്കാം. കോമഡി ഉണ്ടാക്കണം, എന്നാലും ഇവിടെ ചാൻസ് ഉള്ളു.
പൊന്നു 4 മിനിറ്റ് കൊണ്ട് മുച്ചൂട് കോമഡി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള ആ കാര്യം. അങ്ങനെ പാടുള്ള കാര്യം ചെയ്യണം, അല്ലെങ്കിൽ താൻ ഇവിടുന്ന് പൊക്കെ. അപ്പൊ ഇത് സിനിമയൊക്കെയല്ല. ശരിയാക്കത്തില്ല. അപ്പൊ ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത്? ഇനി എന്റെ കഥ സാർ എടുക്കണ്ട. പക്ഷെ സാറ് രക്ഷപ്പെടാനുള്ള ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്ത്? അതായത് ഇപ്പൊ സാറ് ചെയ്തോണ്ടിരിക്കുന്ന സിനിമയിലെ നായകൻ ഉണ്ടല്ലോ, ആ നായകനെ മാറ്റിയിട്ട് സാർ എന്നെ നായകനാക്കണം. നീ പറഞ്ഞ പേര് തന്നെ സിനിമയ്ക്കിടാം, കുത്തുവാള. അടി രാജൻ.